നമസ്കാരം. അപ്പൊ നമുക്കിന്ന് വീട്ടിലൊരു അതിഥി എന്നുള്ളതാണ് കേട്ടോ. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുവാണ്. നമ്മളെ കോഴീനെ പിടിക്കാൻ വേണ്ടി വന്നവനാണ്. മരപ്പെട്ടിയാണ് ആള്. കണ്ട അപ്പൊ അവന് എന്താണോ തിരിച്ചു പോണില്ല. അവൻ എന്തോ പരിക്ക് പറ്റിയ എന്താ വിശന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കോഴികൾ രണ്ടാളുള്ളൂ, പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല അവൻ. അപ്പൊ നമ്മളെ അതിഥിയല്ലേ, എന്തായാലും ശത്രുവാണെങ്കിലും വീട്ടിൽ വന്നവനല്ലേ, അപ്പൊ അവന് രണ്ട് ചാള കൊടുത്തോക്കാന്ന് വെച്ചു. അപ്പൊ ഇടണ്ട താമസം മൂപ്പര് വെച്ച് കീച്ചിട്ടുണ്ട് കേട്ടാ. ഉണ്ടാവും അങ്ങനെ തന്നെ കീച്ചി. അപ്പൊ അവന് നല്ല വിശപ്പുണ്ട്, രാത്രി മുതൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ നമ്മളെ വീട്ടില് എത്ര വലിയ ശത്രുവാണെങ്കിലും നമ്മളെ വീട്ടില് വന്നതല്ലേ, എന്തേലും അവനൊന്ന് കൊടുക്കാന്ന് വെച്ചു. ഒരു മാങ്ങ ഇട്ട് കൊടുത്തപ്പോ അവൻ അങ്ങോട്ട് വലിയ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇവർക്ക് പൈനാപ്പിളൊക്കെയാണ് ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. ചാ പിന്നെ മീനും കഴിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ കോഴിനെയൊക്കെ തിന്നാൻ പറയുമ്പോ പിന്നെ മീൻ എന്തായാലും തിന്നുമല്ലോ. വീട്ടിൽ വറക്കാൻ വെച്ച ചാള എടുത്ത് കൊടുത്തപ്പോ ആള് നല്ല തട്ടുകെട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് മൂപ്പർക്ക്. ഞങ്ങൾ ചെല്ലുമ്പോ ഒന്നും വലിയ ഇതില്ല, അല്ലെങ്കിൽ ഇറങ്ങി ഓടിപ്പോണല്ലേ. അപ്പൊ അവൻ എന്തോ ഒരു പരിക്കുണ്ട്. നടക്കുമ്പോ വലിയ കുഴപ്പം കാണാനില്ല, പക്ഷെ ഇനിയിപ്പോ എന്താണോ വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും രണ്ട് ചാള കൊടുത്തു. അപ്പൊ മൂപ്പര് നന്നായി തിന്നുന്നുണ്ട്. ശത്രുവാണെങ്കിലും നമ്മളെ വീട്ടിൽ എരുതേണ്ടി വന്നതല്ലേ, വിശന്നിട്ട് വന്നതല്ലേ. അപ്പൊ തിന്നിട്ട് ഇതിന്റെ ആരോഗ്യമായിട്ട് എന്റെ കോഴിനെ പിടിക്കാതിരുന്നാൽ മതി. നമ്മൾ പോണത് കൂടെ തന്നെയാണ്, ഒരു 3-4 കൊല്ലം മുമ്പ് പോണതുള്ള കൂടാ. അപ്പൊ അവൻ ക്വാളിറ്റി ഉണ്ട് ആ കൂടിന് എന്ന് വിചാരിക്കാം. അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കോഴികളെ. രണ്ടാമത്തെ ചാളിയും കൊടുത്തു വെക്കട്ടെ. വേണ്ട, ചാള ഇട്ട് കൊടുക്കണൊക്കെ മുമ്പ് തന്നെ ഉണ്ട്. ആ, രാത്രിയാകും വരെ ഒന്നും പോകുന്നതായിരിക്കാം. ഓടിക്കണൊന്നുമില്ല, അവിടെ ഇരിക്കട്ടെ. മഴയല്ലേ, മഴയത്താകുമ്പോ തണ പഠിച്ചിട്ടാ എന്തോ ഒരു മുമ്പത്തേക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ല, എനിക്ക് തിന്നണുണ്ട്, തീറ്റ എടുക്കുന്നുണ്ട്. അവൻ നടക്കുമ്പോ വലിയ കുഴപ്പം കാണാനില്ല കേട്ടോ ആൾക്ക്. കണ്ടാ ഞങ്ങളടുത്ത് ചാളയും കൊണ്ട് ചെല്ലുമ്പോ അറ്റാക്ക് ചെയ്യാൻ നോക്കണില്ലേ, സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാ തിന്നണുണ്ടാ, പേടിയില്ല. എന്തേലും ആവട്ടെ, അവനവിടെ എത്ര നേരം ഇരിക്കും നോക്കട്ടെ. ഇതിപ്പോ നട്ടുച്ചയായി, ഒരു 12-1 മണി നേരമായി. കാലത്ത് വൈഫ് കോഴിക്ക് തീറ്റ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇവനെ കണ്ടത്. അപ്പൊ ആദ്യം ഒന്ന് പേടിച്ചു, എന്തൊരു ജീവിയാന്ന് വെച്ചിട്ട്. ഇവന്റെ ഈ പാലും. ഞാൻ വന്ന് നോക്കിയപ്പോ അത് മരപ്പെട്ടിയാണ്. എന്റെ വിശ്വാസം മരപ്പെട്ടിയാണ് കേട്ടോ. ഇനി അല്ല വേറെ വല്ല ആണോണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. എന്തായാലും അവൻ എത്ര നേരമായിട്ട് ഇരിക്കും നോക്കട്ടെ. വിശപ്പൊക്കെ മാറി ചിലപ്പോ മൂപ്പരങ്ങോട് പൊക്കോളും. അപ്പൊ കേറിയ പക്കം ചിലപ്പോ കൂട് പൊളിക്കാൻ നോക്കിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ കോഴികൾക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല.